ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. നമ്മൾ ക്രിസ്മസിൻ്റേതായ ഒരു സ്പെഷ്യൽ കേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരാഴ്ച ഫുള്ളായിട്ട് നമ്മൾ ക്രിസ്മസിൻ്റെ കേക്കുകളാണ് ചെയ്തിരിക്കുന്നത്. ഇത് നോർമലി നമ്മൾ ചെയ്ത പോലത്തെ തന്നെ ആ ഒരു ഡെക്കറേഷനാണ്. ട്രഡീഷണലായിട്ട് നമ്മൾ വൈറ്റ് ഫോറസ്റ്റും ബ്ലാക്ക് ഫോറസ്റ്റൊക്കെ ചെയ്യുന്ന ആ ഒരു ചെറിയൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു ഡെക്കറേഷൻ ക്രിസ്മസിൻ്റെ തീമായിട്ട് ഒരു ക്രിസ്മസ് ട്രീയും രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കളറൊന്നും ചേർക്കണ്ട എന്നുള്ള പറയുന്ന ആൾക്കാർക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഒരുപാട് ഇഷ്ടപ്പെടുന്നത്, ഒട്ടും കളറില്ലാതെ തന്നെ. അപ്പോൾ ഞാൻ എന്നാലും ഒരു ക്രിസ്മസിൻ്റെ ഒരു തീമിൽ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഈ ഒരു ട്രീയിൽ നമ്മളങ്ങനെ ഒതുക്കി, അത്രയും കളറേ അതിനകത്ത് ആഡ് ചെയ്തുള്ളൂ. പിന്നെ ഇതിനകത്തൊരു ടിപ്പുണ്ട്. കാരണം നമ്മൾ എങ്ങനെ ആ ഒരു ക്രീം നമ്മൾ ആ ഒരു സ്മൂത്തായിട്ട് നമ്മൾ ചെയ്തെടുക്കണമെങ്കിൽ തന്നെ നമ്മളെങ്ങനെയാണ് ചെയ്തത് ഇതിനകത്ത് ഞാൻ ഫുള്ളായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് ഓവർ ബീറ്റായി കഴിഞ്ഞാലും അത് നമുക്കെങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നുള്ളതും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങളെല്ലാവരും ഇത് കാണുക. പിന്നെ ഇതിപ്പോൾ 2 കിലോ വെയിറ്റ് വരുന്ന ഒരു കേക്കാണ്. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഇതിപ്പോൾ ഒരു ഒറ്റ മോൾഡിലാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ആ സൈഡൊക്കെ കട്ട് ചെയ്തിട്ടാണ് പിന്നെ ആ ഒരു ലെവലായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 2 കിലോ ആ ഒരു മോൾഡിലാണ്, 10 ഇഞ്ചിൻ്റെ മോൾഡിൽ നമ്മൾ ചെയ്തെടുക്കുന്നത്. കാരണം ഇപ്പോൾ 12 ഇഞ്ചിൻ്റെയൊക്കെ നമ്മൾ ചെയ്യുമ്പോഴേക്കും എങ്ങനെ വന്നാലും 2 കിലോയ്ക്ക് മേലെ വരും. ഇതിപ്പോൾ ഫ്രോസ്റ്റിങ്ങും അതിന് ലെയറിലൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ഫില്ലിങ് അനുസരിച്ച് നമ്മളിതിൻ്റെ വെയിറ്റ് ഉണ്ടാവും. എന്നിട്ട് ഇതുപോലെ തന്നെ ഞാൻ കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്പോഞ്ച് നമ്മൾ റെഡിയാക്കുന്നത് ഇതിന് മുൻപ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്, വാനില സ്പോഞ്ച്. അപ്പോൾ നല്ല ടേസ്റ്റോട് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഞാൻ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ഒന്ന് ചെക്ക് ചെയ്താൽ മതി. എന്നിട്ട് പിന്നെ ഞാനിത് സ്ട്രോബെറി ക്രഷാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ലെയറിൽ. നമുക്ക് ഇപ്പോൾ ഞാനിതിന് മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ബ്ലാക്ക് ഫോറസ്റ്റിൽ ബ്ലാക്ക് കറൻറ്റിൻ്റെ ആ ഒരു ക്രഷ് കൊടുത്തിട്ട് നല്ലൊരു ടേസ്റ്റായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്, ഒരു വെറൈറ്റി ടേസ്റ്റായിരുന്നു. നമ്മൾ സാധാരണ സ്ട്രോബെറി ക്രഷ് കൊടുക്കുന്ന പോലെയല്ല ബ്ലാക്ക് കറൻറ്റിൻ്റെ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അതിൽ ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അല്ലാതെ നമ്മൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റായിട്ട് തോന്നിയിട്ടാണ് ഞാനതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തത്. പിന്നെ ഇതിപ്പോൾ വൈറ്റ് ഫോറസ്റ്റിൻ്റെ ആയതുകൊണ്ട് നമ്മളതിൽ സ്ട്രോബെറി ക്രഷ് മാത്രമാണ് ചേർത്തിരിക്കുന്നത്. അത് വേണമെങ്കിൽ ചേർക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ അത് വേണ്ട, നിർബന്ധമില്ല. കണ്ടോ, ഇപ്പോൾ ഈ ഒരു ക്രീം ഞാനിതിപ്പോൾ ആ ക്രീം ചെയ്ത ആ ഒരു സമയത്ത് തന്നെ നന്നായിട്ട് നമ്മൾ ഫൈനൽ കോട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫിനിഷിങ്ങിലും കിട്ടുകയും ചെയ്യും, നല്ലൊരു സിൽക്കി ആയിട്ട് തോന്നുകയും ചെയ്യും. നല്ലൊരു തിളക്കമുള്ള ഒരു ക്രീമാണ്, കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല ഫിനിഷിങ്ങിൽ കിട്ടാൻ വളരെ എളുപ്പം. ഇതേപോലെ തന്നെ പെട്ടെന്ന് നമ്മൾ ക്രീം ചെയ്ത് ബീറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫിനിഷിങ്. എന്നിട്ട് എല്ലാ ഭാഗത്തും ചെറിയൊക്കെ കുത്തി വെച്ചിട്ട് അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് അത് ചെയ്ത് കൊടുത്തത്. കളറും ചെയ്യണ്ട, വേറൊരു ഡിസൈനും വേണ്ട. അപ്പോൾ ഇതിന് ക്രിസ്മസിൻ്റെ തീമിൽ ഒരുപാട് ഡെക്കറേഷൻ ചെയ്യാമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഇത് മാത്രം ഇങ്ങനെ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് കാണുമ്പോൾ തോന്നുമെങ്കിൽ നല്ലൊരു ട്രഡീഷണലായിട്ട് ഒരു നല്ലൊരു ലുക്കാണ് കാണാനായിട്ട്. അത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു, കസ്റ്റമർക്കും ഒരുപാട് ഇഷ്ടമായി. പിന്നെ ഇതുപോലെ തന്നെ ചെറിയ ഷെൽ നോസിലുകൊണ്ട് സ്റ്റാർ, 2 സൈഡിൽ സ്റ്റാറും അതിൻ്റെ ആ ഒരു ചെറിയ ഹോളുള്ള നോസിൽ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു തണ്ടും ഞാൻ വരച്ചു കൊടുത്തിട്ടത്. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്, എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.